അലോഷ്യസ് പറഞ്ഞ ആ നടൻ ആര്, വിവാദങ്ങളിൽപ്പെട്ട ആ നടൻ ആര്, നായകൻ ആര് എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ. എന്തായാലും ആ നടനെ വിൻസി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും ഒരു ചർച്ച ചെയ്തിരുന്നു. വിൻസി അലോഷ്യസ് എന്ന നടി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പരാമർശം നടത്തിയിരുന്നു. ഞാൻ ഇനി ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമായിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടോ ഒരു സിനിമാ പ്രവർത്തനവും നടത്തില്ല, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ വിൻസി നടത്തിയിരുന്നു. അതിന് വലിയ വിമർശനങ്ങളും പൊങ്കാല ഇടിയിലും ഒക്കെ ആയിരുന്നു വിൻസി നേരിട്ടത്. അത് സഹിക്കാൻ മേലാഞ്ഞ് വീണ്ടും വിൻസി ഒരു വീഡിയോ ഇറക്കി. അന്ന് വിൻസി അത് ഒരു പരാമർശം നടത്തിയത് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ്. ഞാൻ ഇത്തരത്തിൽ ഇനി ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് ഞാൻ ഇനി അഭിനയിക്കില്ല എന്നുള്ളത് അവരുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും അഭിനയിക്കേണ്ടി വരത്തില്ല. ഇവിടെ ആരാ ലഹരി ഉപയോഗിക്കാത്തത്? സത്യമാണ്. കാരണം മദ്യപാനമെങ്കിലും ആരാണോ ഉള്ളത്? അപ്പോൾ കുറേ വിമർശനങ്ങൾ അതിന് നേരിട്ടെങ്കിലും കുറേ പേര് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട്, പക്ഷെ വീണ്ടും അവരൊരു വീഡിയോ ഇറക്കിയിരുന്നു. എനിക്ക് ഇത്തരത്തിൽ ഞാൻ അങ്ങനെ നിലപാടെടുക്കാൻ ഒരു കാരണമുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അത്തരത്തിലുള്ള ഒരു വിഷമസ്ഥിതിയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അതിലെ പ്രശസ്തനായ ഒരു നടൻ്റെ ഭാഗത്ത് നിന്നും അതിലെ ഒരു നായകൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് വലിയൊരു തിക്താനുഭവമാണ് ഉണ്ടായത്. അത് കാര്യകാരണം സഹിതം വിൻസി അതിൽ പ്രതിപാദിച്ച് ആ വീഡിയോ ചെയ്തു. കാരണം അതിങ്ങനെയായിരുന്നു: ആ അഭിനയിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ നായകൻ, ഈ പ്രധാന നടൻ അല്ലെങ്കിൽ പ്രമുഖ നടൻ വായിൽ ഒരു തരത്തിലുള്ള വെള്ള പൊടി ഇട്ടുകൊണ്ടാണ് അഭിനയിക്കാനൊക്കെ വന്നത്. പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ വെള്ളപ്പൊടി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ കാണാനിടയായി. മാത്രമല്ല, എനിക്കും എൻ്റെ കൂടെ അഭിനയിച്ച സഹപ്രവർത്തകയ്ക്കും വലിയ മോശമായിട്ടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ നടനിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ടത്. ഒരിക്കൽ ഞാനൊരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഷോൾഡറിലെ ഡ്രസ്സ് കുറച്ച് പ്രശ്നം വന്നപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി പോവാനിരുന്നപ്പോൾ ഈ നായകൻ, ഈ നടൻ, ഈ പ്രമുഖ വ്യക്തിയായ ഈ നടൻ ചോദിച്ചു എങ്കിൽ ഞാൻ മാറ്റിത്തരാം എന്നുള്ള അത്രയ്ക്ക് വൃത്തികെട്ട സംഭാഷണം ആയിരുന്നു പലപ്പോഴും അയാളുടെ വായിൽ നിന്നും എനിക്ക് വരാൻ ഉണ്ടായത്. കാരണം എനിക്ക് ആ സിനിമ എങ്ങനെ പൂർത്തീകരിച്ചെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല. കാരണം എത്രയും പെട്ടെന്ന് എനിക്കതങ്ങ് അതിൽ നിന്നങ്ങ് മാറിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ പലപ്പോഴും പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും മറ്റുള്ള അണിയറ പ്രവർത്തകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരികയും എന്നെ കെയർ ചെയ്യുകയും അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനതിൽ തുടർന്ന് അഭിനയിച്ചത്. കാരണം ഇത്തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റ് ഞാൻ കാരണം നിർത്തുമ്പം അവർ മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് അവർക്കൊരു ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അന്ന് തുടർന്ന് അഭിനയിച്ചത് എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിൻസി വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ നടനെ പലപ്പോഴായിട്ട് ഈ ഡയറക്ടറും മറ്റുള്ളവരും ഒക്കെ പല രീതിയിലും അത് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ കയ്യിലൊന്നും നിൽക്കാത്ത തരത്തിലാണ് പോയിരുന്നത്. അപ്പോഴേ എല്ലാവർക്കും ഒരു ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലൊരു നിയന്ത്രണമില്ലാത്ത തരത്തിൽ ഉള്ള ഒരു നടൻ ആര് എന്നുള്ള രീതിയിൽ, ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നടൻ, പ്രമുഖ നടൻ ആരെന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതിനിടയിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരുകളൊക്കെ ഒരുപാട് പേര് ആ കമൻറ്റുകളിലൊക്കെ നൽകിയിരുന്നു. അത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ സമൂഹത്തിന് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ഒരു ബോധ്യമുണ്ട്. കാരണം ഷൈൻ ടോം ചാക്കോ പല ഇൻ്റർവ്യൂവിലും പലർക്കും ഒരു പക്ഷേ ആങ്കേഴ്സിന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായിട്ടുള്ള കോമാളിത്തരം, അമിതമായിട്ടുള്ള സംസാരങ്ങളും പലപ്പോഴും വൃത്തികെട്ടതും ചീത്തയും ഒക്കെ ഉപയോഗിക്കുന്ന സംസാരങ്ങളൊക്കെ ഷൈൻ ടോം ചാക്കോ പറയാറുണ്ട്. പലർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഈ വ്യക്തിയെ. ഒരു മെൻ്റലി അയാൾ പലപ്പോഴും ഓക്കെ അല്ലാത്ത രീതി, മാനസിക രോഗിയാണോ എന്ന് പലപ്പോഴും പലരും ചോദിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രവണതയാണ് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരുത്തുന്നത്. അത്തരത്തിലുള്ള സംസാരങ്ങളും പ്രകടനങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഒരിക്കൽ ഈ സിനിമാ മേഖലയിൽ എല്ലാവരും ഡ്രഗ് ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹം ഫുൾ ഡ്രഗിന് അഡിക്റ്റഡ് ആണെന്ന് കാണുന്നവർക്ക് അറിയാലോ. ഇദ്ദേഹത്തിന് കോമാളിത്തരങ്ങളും വേഷങ്ങളും ഒക്കെ കാണുമ്പോൾ അറിയാലോ. അപ്പോൾ അത്തരത്തിൽ ഒന്ന് രണ്ട് ചാനലുകാർ ചോദിച്ചപ്പോൾ അവരോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. നീ
കണ്ടിട്ടുണ്ടോ ഞാൻ ലഹരി ഉപയോഗിക്കുന്നത്, നീ കണ്ടിട്ടുണ്ടോ സിനിമാ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ അറിയാം, അങ്ങനെ ഇങ്ങനെ നമ്മളോട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഷൈനെയൊക്കെ അന്ന് കാണാനിടയായി. പക്ഷെ ആ ഷൈനിന് തന്നെ ഒരു മാസം മുമ്പ് ഷൈൻ ടോം ചാക്കോ മാത്രമല്ല ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ കോടതിയിൽ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ വിൻസി അലോഷ്യസ് ഇപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് ഫിലിം ചേംബറിന് പരാതി കൊടുക്കാനിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേരാൻ സാധ്യതയുണ്ട്. ഫിലിം ചേംബറിന് ഷൈനെതിരെ വിൻസി പരാതി നൽകി എന്നുള്ളൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തെളിവ് കൂടിയായിരിക്കും. എന്തായാലും പൂട്ട് വീഴും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയ്ക്കും ഒരു ഡീലർ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നൽകുമെന്നുള്ളത് ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസും കാര്യങ്ങളൊക്കെയാണ്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുമ്പോഴാണ് അടുത്ത വിൻസി അലോഷ്യസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാതിയും കൂടെ ഫിലിം ചേംബറിന് ചെല്ലുന്നത്. ഇതൊരു കോടതിയിൽ മിക്കവാറും ഷൈനിന് 8 നില പൂട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇതേ കാര്യം ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതുപോലെ വമ്പന്മാരെ ഒന്നും പോലീസ് പിടിക്കാറില്ല. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു നടി പുറത്തേക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് അറിയുന്നത്. അല്ലെങ്കിൽ പുറം ലോകമൊന്നും അറിയാൻ സാധ്യതയില്ല. ചില കേസുകൾ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളത്. കാരണം ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തലമുറയിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ സാധാരണ VIP പരിഗണനയോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും ഇല്ലാത്ത ആരാധക പരിവേഷമൊന്നും ഇല്ലാത്ത വ്യക്തികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ശിക്ഷ കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ സ്രാവുകൾ കെണിയിൽ പെടാതെ മുങ്ങുന്നു. അവരെ രക്ഷപ്പെടുത്താൻ 100,000 ആൾക്കാരുണ്ട്. ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ വിൻസി അലോഷ്യസിന് ഇനിയിപ്പം സിനിമാ ലോകം എങ്ങനെയാണ് കാണുന്നത്, ഇനി ഈ നടി ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ പലപ്പോഴും പാർവതി തിരുവോത്ത് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പണ്ട് നടത്തിയതിൻ്റെ ഫലമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ആ നടിക്ക് ഈ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഏതായാലും ഈ പറഞ്ഞുള്ള പവർ ഗ്രൂപ്പും സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൻസിയെ ഇനി ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള സമീപനമാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല ഇൻ്റർവ്യൂകളും പലരോടും ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെ അദ്ദേഹത്തിന് പെരുമാറണമെന്ന് അറിയില്ല എന്നുള്ള പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി അത്തരത്തിലാണ് പലവിധ കാര്യങ്ങൾ. ഇടയ്ക്ക് നമുക്കറിയാം ക്ലബ് FM-ലോ മറ്റെന്തോ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു ഇൻ്റർവ്യൂ വേറെ എന്തെല്ലാം ചീത്തയാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് കാണുമ്പോൾ അവരൊരു മെൻ്റലി ഓക്കെ ആയിരിക്കത്തില്ല. അവരോട് ചോദിക്കുന്നതിന് ആയിരിക്കത്തില്ല അവർ ആൻസർ പറയുന്നത്. അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഷൈൻ നമുക്കറിയാം ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുന്നുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ആക്ഷൻ പരിപാടികളും വ്യത്യസ്ത ഡാൻസും എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കില്ല. നമുക്കറിയാം അബോധാവസ്ഥയിക്കുന്ന വ്യക്തി. എന്നിട്ട് പോലും ഈ പോലീസുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തകർക്കോ മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ തുടരാൻ ഈ അമ്മ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ഇതിന് തുടരാൻ അനുവദിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിൽ അതിശയം. കാരണം അമ്മ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഈ ഒരു അസോസിയേഷൻ മുമ്പോട്ട് വരാറില്ല. ഇപ്പം നമുക്കറിയാം ഈ സിനിമാ നടിമാരുടെ ഇടയിലുള്ള കേസുകളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണെങ്കിൽ അസോസിയേഷൻ പലപ്പോഴും മൗനമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവർക്കറിയാം അതിലുള്ള പ്രവർത്തിക്കുന്ന പലരും ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ളവർ അല്ലെങ്കിൽ ലഹരിക്കാണെങ്കിലും മറ്റുള്ള പീഡന കേസുകൾ അവരിലുള്ളവർ തന്നെയുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? അപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിലെ ഈ ഒരു ചൂഷണങ്ങൾ, ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുവാണോ? അതെന്താണ് കാരണം? ഈ വമ്പന്മാരെ കെണിയിൽ വീഴ്ത്താത്തതിൻ്റെ കാരണം എന്താണെന്നാണ് വീണ്ടും ഉന്നയിക്കുന്ന ഒരു ചോദ്യവും ഒരു സംശയവും. ഏതായാലും വിൻസി വലിയ തൻ്റെ ഇടത്തോടെ തന്നെ ബോൾഡായിട്ട് തന്നെ ഈ ഒരു നടനെതിരെ പ്രതികരിച്ച വലിയൊരു കാര്യം തന്നെ. ഇത്തരത്തിൽ നടിമാർ ഇത്തരത്തിൽ ചൂഷണം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിൻസിയെ പോലെ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ഞാനും അഭിപ്രായപ്പെടുന്നത്.